ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ. അപ്പോൾ ഞാനിന്ന് അപ്പവും കിഴങ്ങ് കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ ഇവിടെ കിഴങ്ങ് കറി വെക്കുന്നതാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് സവാളയും പച്ചമുളകും ഇട്ട് വേവിച്ച് ഉപ്പ് മാത്രം ഇട്ട് ഞാൻ വേവിച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഒരു 4-5 വിസിൽ അത്രയും മതിയാകും. അപ്പോൾ ചീനിച്ചട്ടി വെച്ച് അതിൽ നമുക്ക് കടുവൊക്കെ വറുത്തതിന് ശേഷം ഇതിനെ എടുത്ത് തട്ടിക്കൊടുക്കാം. ഇതിൽ വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന ഒരു കിഴങ്ങ് കറിയാണ്. ഇതുപോലെ അരിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് വേവിക്കുക. അതിനെ കടുവറുത്ത് അതിൽ കറി മസാലയും കറി മസാലയും പിന്നെ നമ്മൾ കുരുമുളകും കൂടെയാണ് ചേർക്കുന്നത്. മറ്റൊന്നും വേണ്ട, ഇത്രയും മാത്രം മതി. പിന്നെ നമ്മൾ തേങ്ങ പിഴിഞ്ഞ് അതിൻ്റെ പാലും കൂടെ ഒഴിച്ചാൽ അത് തിളച്ച് വരുമ്പോൾ ആ കറി റെഡി ആയിട്ടുണ്ട്. അപ്പത്തിനൊക്കെ വളരെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇവിടെ ഏകദേശം തിളച്ച് അതിൻ്റെ കുക്കറിലുള്ള ആ വെള്ളത്തിൽ മാത്രമാണ് തിളച്ച് കിടക്കുന്നത്. അതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയും ഗരം മസാല ഇട്ട് കൊടുക്കണം. ഇത് മാത്രം മതി, വേറെ ഇനി ഒന്നും ഇടണ്ട. ഒരു മസാലയും ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. മഞ്ഞൾപ്പൊടിയൊന്നും വേണ്ട, വെളുത്ത കളറിലാണ് നമ്മൾ വെക്കുന്നത്. ഇപ്പം മഞ്ഞൾപ്പൊടിയൊന്നും വേണ്ട. അങ്ങനത്തെ ഇത് ഏകദേശം ഇളക്കി നല്ലൊരു പരുവത്തിൽ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സൈഡിലും നല്ലതുപോലെ തിള വന്നതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് വെട്ടി തിളയ്ക്കാനായിട്ട് വെക്കേണ്ട. തേങ്ങാപ്പാൽ ഒഴിച്ച് ചെറിയൊരു തിള പോലെ വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് അടച്ച് ഒരു 5 മിനിറ്റ് വെക്കണം. അപ്പോൾ എത്ര വെള്ളം ഉണ്ടെങ്കിലും അതൊന്ന് കുറുകി വന്നോളും. നമുക്കിപ്പം അപ്പത്തിനൊക്കെ ആകുമ്പോൾ ഒരുപാട് കറി വേണ്ടല്ലോ, ഒരു ചെറിയ കുറുകൽ പരുവത്തിലെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഇവിടെ ഏകദേശം കറി റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു തിള വരുമ്പോൾ തന്നെ നമുക്ക് അതിനെ നിർത്തി അടച്ച് വയ്ക്കാം. കൂടുതൽ വെട്ടി തിളയ്ക്കാനായിട്ട് പാലൊഴിച്ചതിന് ശേഷം ഇടേണ്ട ആവശ്യമില്ല. ഇവിടെ ഏകദേശം തിള വന്നിട്ടുണ്ട്. നമുക്കിനി അടച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഏകദേശം ഇതിൻ്റെ ഇതായിട്ടുണ്ട്. നമുക്കിനി അപ്പത്തിൻ്റെ നോക്കാം. ഞാനിവിടെ സാധാരണ രീതിയിൽ അപ്പത്തിൻ്റെ എല്ലാം മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിന് മാവെടുത്ത് സോഡാപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്ക് കലക്കി ചുടാം. അപ്പോൾ അപ്പത്തിൻ്റെ മാവ് ഞാൻ ഉണ്ടാക്കുന്ന ആ സമയത്താണ് സോഡാപ്പൊടിയും ഉപ്പിട്ടത്. നേരത്തെ കൂട്ടി ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല. ഫ്രിഡ്ജിൽ നിന്ന് മാവ് ആവശ്യത്തിന് എടുത്തു. അതിലേക്ക് അപ്പം തന്നെ സോഡാപ്പൊടിയും ഉപ്പും ഇട്ട് ആ സ്പോട്ടിൽ തന്നെ കലക്കി ചുടുന്നതാണ്. അപ്പോൾ അപ്പച്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അപ്പത്തിൻ്റെ മാവ് കോരി ഒഴിക്കുക. അപ്പോൾ എനിക്കിത് വീഡിയോ പിടിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് മോനെയാണ് ഹെൽപ്പിനെ വിളിച്ചത്. അപ്പോൾ അപ്പം ചുടുന്നതൊക്കെ മോൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ മാവ് ഒഴിക്കാം. ഞാൻ മാവൊക്കെ അരച്ച് വയ്ക്കുമ്പോൾ ഏകദേശം ഒരു 2-3 ദിവസത്തേക്ക് ഗ്രൈൻഡറിൽ ഒരുമിച്ച് അരച്ചെടുക്കും. മറ്റേത് അപ്പോഴപ്പോഴും അരയ്ക്കുമ്പോൾ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇവിടെ ഏകദേശം ആവശ്യത്തിനുള്ളത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുക്കാമല്ലോ. അങ്ങനെ അതെടുത്ത് കലക്കി വെച്ചു. അപ്പോൾ നമുക്ക് അപ്പം അടച്ച് വയ്ക്കാം. ചെറിയ ഒരു തീ വന്നതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. കുറച്ച് വെച്ച് നല്ല മുരിഞ്ഞിടുന്നതിന് ശേഷം എടുക്കാം. ഇനി ഇതിനെ പാത്രത്തിലോട്ട് മാറ്റാം. ഒരു അപ്പം കൂടെ കോരി ഒഴിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അപ്പത്തിൻ്റെ മാവിന് അടുത്ത് ഒഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് അതും കൂടെ കറക്കി വെക്കാം. അപ്പോൾ ഇവിടെ മോന് കഴിക്കാൻ വിശക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം അവന് കൊടുത്തിട്ട് ബാക്കി അപ്പം എല്ലാം ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അവന് കൊടുക്കാനായിട്ട് കറിയും കൂടെ എടുക്കുക. അപ്പോൾ ഇവിടെ നോക്കും, നമ്മൾ ഒഴിച്ച ആ വെള്ളത്തിൽ നിന്ന് കറി നന്നായിട്ട് ഉരുളക്കിഴങ്ങിൽ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കുറുകൽ പരുവാണ് അപ്പത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഇതിനെ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ കറിയെല്ലാം കോരി വെച്ചു. ഇനി നമുക്ക് അപ്പം അവിടെ ക്ലിയറായി കാണും. അപ്പത്തിനെ ഇളക്കി മാറ്റാം. അപ്പോൾ കറിയെല്ലാം എടുത്തു. ഇനി നമുക്ക് അപ്പത്തിലേക്ക് നോക്കാം. അപ്പത്തിനെ കോരി ഒഴിച്ചത് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് അതിനെ കൂടെ ഈ പാത്രത്തിലോട്ട് മാറ്റാം.
ഓക്കെ, ഇനി അപ്പോൾ മോന് കഴിക്കാനായിട്ട് അപ്പോൾ അവന് കൊടുത്തതിന് ശേഷം ബാക്കി ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ അവന് കൊണ്ടുപോവുകയാണ്. അവൻ ടി വി അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വിശക്കുന്നെന്ന് പറഞ്ഞതാണ്. അങ്ങനെ പെട്ടെന്ന് 2 അപ്പം ഉണ്ടാക്കി അവന് കൊടുത്തതാണ്. അപ്പോൾ അവനുള്ള ചായയൊക്കെ റെഡിയാക്കി. അപ്പോൾ അവൻ വന്നിരിക്കുകയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ബാക്കിയുള്ള അപ്പങ്ങളുമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും സെർവ് ചെയ്യാനായിട്ട് കണക്കാക്കി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ എൻ്റെ വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തോളണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.